ഇന്ന് സാധാരണ ജനങ്ങൾക്ക് പോലും അറിയുന്നൊരു വാക്കാണ് സ്റ്റാർട്ടപ്പ്. ഈ സ്റ്റാർട്ടപ്പ് എന്ന വാക്ക് ഒരു കാലത്ത് ആരും കേട്ടിട്ടില്ലാത്ത സമയമുണ്ടായിരുന്നു. ആ സമയത്ത് സ്വന്തം ജോലി രാജിവെച്ച് വെച്ച് എറണാകുളത്ത് 400 സ്ക്വയർ ഫീറ്റിൽ ഒരു ഓടിട്ട വീട് വാടകയ്ക്കെടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരുപക്ഷേ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് വീരൻ അദ്ദേഹമാണ്. ഇത് മറ്റാരുമല്ല, കൊച്ചൗസ് ചിറ്റിലപ്പള്ളി. വി-ഗാർഡ് സ്റ്റെബിലൈസറുമായി നമ്മുടെ കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനം ആരംഭിച്ച്, വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് ഇന്ത്യയിലുടനീളം ഒരു വലിയ വ്യവസായ ശൃംഖല കെട്ടിപ്പടുത്ത ഏറ്റവും വലിയ മനുഷ്യകാരുണ്യത്തിലേക്ക് പ്രവർത്തിക്കുന്ന കൊച്ചൗസ് ചിറ്റിലപ്പള്ളി എന്ന വ്യവസായ പ്രമുഖൻ. അങ്ങനെയാണ് ഈ സ്റ്റെബിലൈസർ എന്നുള്ളൊരു നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത്. കൊച്ചൗസിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവ് വായ്പയായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ കച്ചവടം ചെയ്യാനായിട്ട്. അദ്ദേഹം അതിൽ ഈ അത്യാവശ്യം സാങ്കേതിക ജ്ഞാനമൊക്കെ ഉള്ള ഒരാളായിരുന്നു അന്ന്. 2 പുരുഷ ജീവനക്കാരും ഒരു വാഹനവും മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന് പിൻബലമായിട്ട് അദ്ദേഹത്തിന് ലാംബി സ്കൂട്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഈ വി-ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വീഗാലാൻഡ് പോലുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഇന്ന് കോടികളുടെ വിറ്റുവരവുള്ള വി-ഗാർഡ് ഇൻഡസ്ട്രീസായിട്ട് അത് വളർന്നു കഴിഞ്ഞു. സത്യത്തിൽ സർക്കാരാണ് വി-ഗാർഡ് ഇൻഡസ്ട്രീസിൻ്റെ പിറവിക്ക് പിന്നിൽ കാരണക്കാർ. കേരളത്തിൽ വല്ലാത്ത വോൾട്ടേജ് ക്ഷാമമുള്ളൊരു കാലമായിരുന്നു അത്. ആ കാലത്ത് ഗൾഫിലൊക്കെ പോയ നമ്മുടെ പ്രവാസികളൊക്കെ വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഈ ഉപകരണങ്ങളൊക്കെ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കൊണ്ട് പെട്ടെന്ന് കേടാകുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു. അപ്പോൾ ആളുകൾ ഇത് നല്ല സാധനമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് പ്രശ്നം കൊണ്ട് ചീത്തയായി പോകും എന്ന ഒരു സംഭവം വന്നപ്പോഴാണ് കൊച്ചൗസ് ചിറ്റിലപ്പള്ളിയുടെ തലച്ചോറിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയത്. എന്തുകൊണ്ട് നമുക്കൊരു സ്റ്റെബിലൈസർ നിർമ്മിച്ചുകൂടാ? വോൾട്ടേജ് ഫ്ലക്ച്വേഷനെ സ്ഥിരമായി പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ഒന്നാം തരം സ്റ്റെബിലൈസർ. ആ വഴിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അവസരങ്ങളെ തിരിച്ചറിയുക എന്നതാണ് ഓരോ മനുഷ്യനും വളർച്ചയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വിശ്വസിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു അത്. ജീവിതത്തിൽ അവിചാരിതമായി കടന്നു വന്ന ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനും ആ ഫ്ലക്ച്വേഷനെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റെബിലൈസറും ആയി അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പോൾ ആളുകൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾക്ക് നടുവിൽ നമ്മൾ പുതിയ ചിന്തകൾ അവതരിപ്പിക്കുകയും ആ ചിന്തകളിൽ നിന്ന് പുതിയ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്ന് വി-ഗാർഡ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമ കൂടിയായ കൊച്ചൗസ് ചിറ്റിലപ്പള്ളി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വോൾട്ടേജ് സ്റ്റെബിലൈസർ വി-ഗാർഡ് എന്ന് പറയുന്ന സാധനം സൂപ്പർ ഹിറ്റായി. മിക്ക വീടുകളിലേക്കും, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഒരുപാടുള്ള കേരളത്തിൽ ഇത് സൂപ്പർ ഹിറ്റായി എന്ന് മാത്രവുമല്ല ആ സ്ഥാപനം വെച്ചടി കയറാൻ തുടങ്ങി. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സാധ്യതകൾ കണ്ടറിഞ്ഞാൽ അത് വിവേകപൂർവ്വം നമ്മൾ ഉപയോഗിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. കൊച്ചൗസ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മോട് വിളിച്ചു പറയുന്നതും അതാണ്. അപ്പോൾ അത് സാധ്യതകൾ വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക, തലച്ചോറ് കൊണ്ട് പ്രവർത്തിപ്പിക്കുക. ഈ കൊച്ചൗസ് ചിറ്റിലപ്പള്ളി പിന്നീട് സ്വന്തം കിഡ്നി തന്നെ ഒരാൾക്ക് ദാനം ചെയ്ത് ലോകത്തിൻ്റെ ശ്രദ്ധ നേടിയ ഏക വ്യവസായിയാണ് എന്നുകൂടി പറയണം.